നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ എൻ്റെ പേര് എല്ലാവർക്കും അറിയാലോ. എന്നാലും ഞാൻ പുതിയതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ പേര് സുബിന രാജീവ്. നമ്മളിത് SR വ്ളോഗിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ടും ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കുക, എന്താ പറയുക, കൂട്ടാക്കി വെക്കുക. അതുപോലെ തന്നെ ഒരു ലൈക്ക്. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അഭിപ്രായം നമ്മുടെ ചാനലിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോയെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞ് നമുക്ക് എന്താ പറയുക, നമ്മളതിനൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ പറയാനുള്ളൂ. പിന്നെ ഇന്ന് നമ്മളിന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇന്ന് നമ്മൾ എന്താ പറയുക, നമ്മുടേതായിട്ട് ചെറിയ അഭിപ്രായങ്ങൾ, ചെറിയ സന്തോഷങ്ങൾ, ഇതെല്ലാം നിങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാനായിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇന്ന് നമ്മുടെ ലൈവിൽ നമ്മളിപ്പോൾ ലൈവ് ചെയ്യണുണ്ടല്ലോ. അപ്പം നമ്മുടെ ലൈവിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ നമ്മുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലൈവിനെ കുറിച്ചും അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ചും ലൈവിലുണ്ടായിട്ടുള്ള മെച്ചങ്ങൾ, അതുപോലെ തന്നെ യൂട്യൂബിൽ വന്നിട്ടുണ്ടായ കുറച്ച് നേട്ടങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ്സ്, ഇതെല്ലാം പറയണം എന്നുള്ളത് അത് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുറേ കാലങ്ങളായിട്ട് ഇതൊന്ന് ആവശ്യപ്പെട്ടിട്ട്, പക്ഷെ ഇന്നാണ് ആ ഒരു കണ്ടൻറ്റ്, അതായത് നമ്മൾ ഇന്നലത്തെ ലൈവിൽ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത്. പിന്നെന്താ, ഇപ്പം ഞാനിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ കോണിയുടെ അവിടെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, യൂട്യൂബിൽ വന്നിട്ടുള്ളത്, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സൊക്കെ കിട്ടിയ വീഡിയോസ് ഞാൻ ചെയ്തു. അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് കേട്ടോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ വീണ്ടും ഇട്ടിട്ടുള്ളത്. പിന്നെന്താ, യൂട്യൂബിൽ നമ്മൾ വരാനായിട്ട് കാരണം നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് മടുപ്പ് തോന്നിയതുകൊണ്ട് തന്നെയാണ് നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമുക്ക് ഒരു സ്റ്റിച്ചിങ് ചാനൽ ഓൾറെഡി ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഒരു അത്യാഗ്രഹം, എനിക്ക് വീണ്ടും ഒരു ആഗ്രഹം, ഒരു ചാനലും കൂടി വേണം. അപ്പോൾ ഞാൻ രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരും വ്ളോഗൊക്കെ ചെയ്യുന്നുണ്ട് രാജുവേട്ട, എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമാണ്, എനിക്കൊരു ചാനൽ തുടങ്ങി തരണം എന്ന് പറഞ്ഞു. പക്ഷെ രാജുവേട്ടൻ ഓക്കെ പറഞ്ഞു. അന്ന് എനിക്ക് രാജുവേട്ടൻ്റെ ഫോണിൽ നിന്നാണ് കേട്ടോ നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് പിന്നെ തുടക്കത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാ കാര്യത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെ ആയി. നമ്മളിങ്ങനെ വ്ളോഗൊക്കെ ഇങ്ങനെ എടുത്ത് വരുന്നു, നമ്മൾ താമസിക്കുന്ന വാടക വീട് കാണിക്കുന്നു, ചെടികൾ, പൂക്കൾ, പിന്നെ അവിടുത്തെ കൃഷികൾ, അത് അവിടുത്തെ എന്താ പറയുക, നമ്മുടെ ഓണറിനെയാണ് കേട്ടോ. എന്നാലും നമ്മൾ ചെടികൾ കാണിക്കുന്നു, പൂക്കൾ കാണിക്കുന്നു, ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടുള്ള വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തു. മോണിറ്റൈസേഷനൊക്കെ ആയി. യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇപ്പോഴൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ലൈവിലൂടെ കിട്ടുന്ന ഫ്രണ്ട്സിനേക്കാളും യൂട്യൂബിൽ നിന്ന് നമുക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ ഒരു റിലേഷൻ, എന്തിൻ്റെയോ പേരിൽ ആ ഒരു റിലേഷൻ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. മനസ്സുകൊണ്ടൊന്നും നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല കേട്ടോ. മനസ്സിലിപ്പോഴും അതേപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള വാല്യൂവിൽ അതിപ്പോൾ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടോ അത് അവിടെ ഡ്രോപ്പായി പോയി. പിന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും അതിനെ മുന്നിട്ട് ഇറങ്ങിയില്ല. പക്ഷേ നമ്മൾ അവരെ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെന്താ, അങ്ങനെ നമ്മൾ വീണ്ടും വീഡിയോസ് കുറച്ച് നാൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കുറേശ്ശെ ഇതുപോലെ വീഡിയോസൊക്കെ ഇട്ടിട്ട് വന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയി. കുറേ വൈകിട്ടോ ഞാൻ പിന്നീട് ചാനൽ തുടങ്ങാനായിട്ട് നമ്മൾ വൈകി. അപ്പോൾ പക്ഷേ ഞാനൊരു കാര്യം ഞാൻ ചിന്തിച്ചൊരു കാര്യം, അത് നെഗറ്റീവാണോ എനിക്കറിഞ്ഞൂടാ, അത് പോസിറ്റീവ് തിങ്കിങ് ആണോ എന്നറിഞ്ഞൂടാ. യൂട്യൂബിൽ നിന്നാണെന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് റിലേഷൻ ഉണ്ടാക്കി വെക്കില്ല എന്നുള്ളത് എനിക്ക് ആ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ട് ഒരു ചെറിയൊരു അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. അതെന്താണെന്നൊന്നും നമ്മൾ വെളിപ്പെടുത്തണില്ല കേട്ടോ. അപ്പോൾ അതിലൂടെ ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാൻ ഇനി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കി വെക്കില്ല. അത് ലൈവിലൂടെ ആണെങ്കിൽ പോലും, യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും, യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ലൈവ്. പക്ഷെ അതല്ല പറയുന്നത്, ഈ യൂട്യൂബ് നമുക്ക് കമൻറ്റിലൂടെയോ അല്ല ഫോൺ നമ്പർ കിട്ടി നമ്മൾ ആ ഒരു വിളിയിലൂടെ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി വെക്കില്ല എന്ന് ഞാൻ ആ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഞാനത് തീർച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതായിരുന്നു. അതേപോലെ തന്നെ ഇന്നും നമ്മുടെ കയ്യിൽ ഒരുപാട് റിലേഷൻഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ എല്ലാറ്റിനും ഒരു അടിവര ഇട്ട് വെച്ച് അതിലൂടെ നീങ്ങുന്ന ഒരാളാണ് കേട്ടോ. അതായത് ഞാൻ തന്നെ ഒരു മാർജിൻ ഇടും. എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളത് അറിയാം. പിന്നെ ഞാൻ ഒരുപാട് ഓവർ ടെൻഷനും കാര്യങ്ങളൊന്നും സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പിന്നെ ഞാൻ എല്ലാ തവണയും ഞാൻ ലൈവിൽ തന്നെ പറയുന്ന പോലെ എനിക്ക് സമാധാനമായിട്ട് എനിക്ക് കിടന്നുറങ്ങണം.
അതായത് മനസാക്ഷിക്ക് നിരക്കാത്ത ഒരു സംഭവത്തിന് ഞാൻ നിൽക്കില്ല. നമ്മൾ മനസാക്ഷി വിട്ടിട്ട് ഞാൻ സംസാരിക്കാറില്ല. ഇനിയിപ്പോൾ അഥവാ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവിലാണെന്നുണ്ടെങ്കിലും ഞാനത് ഒരു വ്യക്തിയുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനത് നേരിട്ടോ അല്ലാതെയോ ഞാൻ അവർക്കൊരു മാപ്പ് ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാറുള്ളൂ. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അപ്പം ഞാനങ്ങനെ വീണ്ടും നമ്മുടെ എന്താ പറയുക യൂട്യൂബിൻ്റെ ജേർണി ഞാനിതുപോലെ വീഡിയോസൊക്കെ ഇടാതെ നിന്നിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കുറേശ്ശൊക്കെ നമ്മൾ വീണ്ടും ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. പിന്നെ ഒരു സാഹചര്യം വന്നു, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ആക്സിഡൻ്റ് ആയതിലൂടെ നമ്മൾ വീണ്ടും നമ്മൾ ലൈവിലേക്ക് ഇറങ്ങി. ലൈവ് നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ലൈവിൻ്റെ ഒന്ന് തുടക്കം പോയി നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ തുടക്കത്തിൽ ഞാൻ ലൈവ് ചെയ്തിരുന്നു, അതിന് ശേഷം ഞാൻ ലൈവൊക്കെ അവസാനിപ്പിച്ച് വെച്ചതാണ്. പിന്നെയാണ് നമ്മൾ യൂട്യൂബ് വീഡിയോസ് മാത്രമായിട്ട് ഒതുങ്ങി. പിന്നെ നമ്മൾ നിവർത്തിയില്ലാതെ വന്നപ്പോൾ വീണ്ടും നമ്മൾ ലൈവൊക്കെ ആയിട്ട് വീണ്ടും നമ്മൾ ആക്റ്റീവായി യൂട്യൂബിൽ. പിന്നെ നമ്മൾ ലൈവ് ഇട്ട് തുടങ്ങി വന്നപ്പോൾ നമുക്ക് ലൈവിലൂടെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖമില്ല കേട്ടോ. ലൈവിലൂടെ വന്നാൽ നമുക്ക് നല്ല സുഹൃത്തുക്കളെ, പിന്നെ നമുക്ക് നമ്മുടെ ജ്യേഷ്ഠന്മാരെ പോലെ കരുതാവുന്ന ഒരു പിടി നല്ല ചേട്ടന്മാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി ആത്മാർത്ഥതയോട് കൂടിയിട്ട് അതിനി ലൈവിലേക്ക് വരുമ്പോൾ കേട്ടോ. യൂട്യൂബിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ലൈവിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നല്ല നല്ല ചേട്ടന്മാരെ, ചേച്ചിമാരെ, താത്തമാരെ, എല്ലാവരെയും ഉമ്മമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അതേപോലെ അമ്മമാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന അതേപോലെയുള്ള വ്യക്തികളെ, നമ്മളെ ഉപദേശിച്ചു തരുന്നവരെ, ഒരു നേരം നമ്മളെ കാണാതെ മുമ്പ് അന്വേഷിക്കുന്നവരെ, അങ്ങനെ എനിക്ക് എന്തായിരുന്നോ ആ സിറ്റുവേഷനിൽ എനിക്ക് ആവശ്യം. അത് ഞാനും രാജുവേട്ടനും എങ്ങനെയാണ് ജീവിക്കണത് എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയാവുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരുപാട്, ഞങ്ങളുടെ ആ ഒരു ഒറ്റപ്പെടലിൽ നിന്ന് ഒരുപാട് ആൾക്കാരുള്ള ആ ഒരു ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ആ ഒരു സന്തോഷം എനിക്കും രാജുവേട്ടനും ഒരു പരിധി വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ലൈവ് ഫാമിലീനെ, ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള ആ ഒരു വകഭേദത്തിനെ ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ അവരോട് നമ്മുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലീസോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള എന്താ പറയുക വ്യക്തിപരമായ കാര്യങ്ങളോ ഒന്നും നമ്മൾ ലൈവിലേക്ക് വലിച്ചഴക്കാതെ നമ്മളുടെ ഒരു ഫാമിലിയിൽ വരുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളെ മാത്രം അന്വേഷിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കുന്ന, അല്ലെങ്കിൽ അവരെ കണ്ടില്ലല്ലോ, അവർ വന്നില്ലല്ലോ, അവർ ഓക്കെ അല്ലേ, നാളെ അവരെ ഒന്ന് വിളിച്ചു നോക്കണം എന്നൊക്കെ പറയുന്ന ആ ഒരു തരത്തിലേക്ക് മാത്രം ആ ഒരു റിലേഷനെ എത്തിച്ച് നിൽക്കുന്ന തരത്തിൽ നമ്മുടെ ആ ഒരു ലൈവ് ഫാമിലി വളർന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു അച്ചടക്കത്തോട് കൂടി വന്ന ആ ഒരു ലൈവ് ഫാമിലി പിന്നീട് എപ്പോഴോ ഒരു തകർച്ചയുടെ ഒരു ഘട്ടത്തിലേക്ക് നിന്നു. ആ ഒരു തകർച്ചയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും പല പിണക്കങ്ങളും ഞാനറിയാത്ത അല്ലെങ്കിൽ എൻ്റേതല്ലാത്ത ഒരു തെറ്റിൻ്റെ പേരിലാണെങ്കിൽ പോലും പല മെമ്പേഴ്സും, ഒരുപാടൊന്നല്ല കേട്ടോ, വിരലിലുണ്ടാവുന്ന മെമ്പേഴ്സൊക്കെ വീണ്ടും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ഘട്ടം വന്നിട്ടും വീണ്ടും അവർ തന്നെയാണ് നമ്മളതിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് തിരിച്ചു വന്ന് എൻ്റെ ഈ ലൈവ് ഇത്രത്തോളം ഒരു ഉഷാറാക്കി കൊണ്ടുവരുന്നത്. പിന്നെ എല്ലാ ലൈവുകളിലുള്ള പോലെ തന്നെ പിണക്കങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം നിറഞ്ഞു തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ലൈവ് എന്ന് പറയണത്. പിന്നെ പലതരം ആൾക്കാർ, പിന്നെ ഈ ലൈവിനെ പറ്റി പറയാനുള്ളൊരു കാര്യം, പലതരം ആൾക്കാർ, പലതരം കൾച്ചറ്, പലതരം ക്യാരക്ടർ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരുപാട് ജില്ലകളിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാർ അടങ്ങുന്നതല്ലേ ഈ ലൈവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാവരിലും എടുക്കുന്നുണ്ട്. ആ ഒരു ലൈവ് ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് ഇത്രയും നാളും കൊണ്ടു നടക്കാനായിട്ട് അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ലൈവ് ഫാമിലി, അതായത് SR വ്ളോഗിൻ്റെ ഈ ഒരു ലൈവ് ഫാമിലിയുടെ ആ ഒരു ഒത്തൊരുമ കൂടി തന്നെയാണ് എന്നുള്ളത്. അതൊരു പോസിറ്റീവ് തന്നെയാണ് കേട്ടോ. അതെനിക്ക് ഏറ്റവും അഭിമാനത്തോട് കൂടിയിട്ട് എനിക്ക് എപ്പോൾ നോക്കിയാലും എനിക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന തരത്തിൽ ആ ഒരു ഫാമിലീനെ കൂടെ നിർത്താനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഇത്രയും ഭംഗിയിൽ എനിക്ക് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഇതിൽ നിൽക്കുന്ന ഈ ഒരു എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ ഞാൻ കരുതി ഞാൻ സ്നേഹിക്കുന്ന ഇവരെല്ലാവരും ചേർന്നിട്ടാണ് കേട്ടോ. അതെനിക്കിപ്പോൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്താ പറയുക, വീഡിയോ ഒരുപാടൊന്നും ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ വീഡിയോ ഞാൻ വൈകുന്നേരത്താണ് അപ്ലോഡ് ചെയ്യുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഞാനിത് കുറച്ച് നേരത്തെ അപ്ലോഡ് ചെയ്തിട്ട് പോകും. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കാളിയാറോഡ്, അതായത് ചേലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് കാളിയാറോഡ് നേർച്ചയാണ്. ഞാൻ രാജുവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയുടെ ഒപ്പം ഞങ്ങൾ ഒരു 3 മണിക്ക് പോകും. ഞാനിന്ന് 2:30 ലൈവ് ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ്. പറ്റുമോയെന്ന് അറിയില്ല. ഞാൻ എന്തായാലും ലൈവ് ഇടാനായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയില്ല കേട്ടോ.
അപ്പം 3 മണിക്ക് ഇറങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കാൻ പോവാണ് കേട്ടോ ഞാൻ. പിന്നെ അവിടേക്ക് പോണ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഞാൻ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. പിന്നെ ഇതിലിപ്പോൾ എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. എനിക്ക് ഈ ലൈവ് ഫാമിലിയിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് നല്ലത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. കുറേ നാൾ 2 വർഷം പിടിച്ചെങ്കിലും എനിക്ക് അതിലൂടെ ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടാനായിട്ട് എനിക്ക് സാധിച്ചു. പിന്നെ ലൈവ് ഫാമിലിയിൽ വന്നതിലൂടെ എനിക്ക് ഒരുപാട് എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങളെ പോലെ കരുതാവുന്ന ഒത്തിരി നല്ല ഒരു ബന്ധം അത് എനിക്ക് നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് എനിക്ക് സാധിച്ചു. പക്ഷേ ഇതിനേക്കാളും നല്ലുപരി എനിക്ക് എൻ്റെ ലൈഫ് വേറെ എന്നുള്ളത് ഞാൻ എല്ലായ്പ്പോഴും എടുത്തു പറയുന്ന പോലെ തന്നെ എൻ്റെ ലൈഫ് നല്ല രീതിയിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും എനിക്ക് പറ്റുന്നുണ്ട് കേട്ടോ. അതിലും ഞാൻ ഒത്തിരി സന്തോഷമുള്ള ഒരു ആളായി മാറുന്നുണ്ട്. പിന്നെ ഇനി കൂടുതലൊന്നും ഞാൻ പറയണില്ല. എനിക്ക് ലൈവ് വന്നതിലൂടെ നല്ലത് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കറൊക്കെ തന്നെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള നല്ല നല്ല വ്യക്തികളും നല്ല നല്ല കമൻറ്റ് ഇട്ടിട്ടാണെങ്കിലും എന്നെ ചൂണ്ടിപ്പിടിപ്പിക്കുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടാണെങ്കിലും എൻ്റെ സന്തോഷങ്ങൾ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ലൈവിലുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സഹകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ എന്നെ ഒന്ന് നല്ലൊരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രം മുന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് യൂട്യൂബ് ചാനലിലാണെങ്കിലും നമ്മുടെ ലൈവ് ഫാമിലിയിലാണെങ്കിലും. അപ്പോൾ ഇത്രയും പറയാനുള്ളൂ. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോസ് ഇടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് വേണം. കണ്ട് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്താലേ എനിക്ക് അതിനൊരു മെച്ചം ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ചെറിയൊരു യാത്ര പോവാണ്. ഇന്ന് രാത്രി നമുക്ക് ലൈവ് എന്തായാലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.